സാനിയ മനോമി LDF സ്ഥാനാർത്ഥി എല്ലാ ദിവസവും ഓടുന്നതും സാനിയ കൂടെ ഓടുന്നതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നിശബ്ദ പ്രചാരണ ദിവസം എങ്ങനെയാണ് കാഴ്ചകൾ? എവിടേക്കാണ് പോയത് പ്രധാനമായും? സുജയ, ഗുഡ് ഈവനിങ്. ഇന്നും സ്ഥാനാർത്ഥി നല്ല ഓട്ടപ്രദക്ഷിണം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. അതായത് എല്ലാ 3 പഞ്ചായത്തുകളിലും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലും നിരവധി ഇടങ്ങളിലായി സ്ഥാനാർത്ഥി എത്തി. രാവിലെയൊക്കെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചില വാർത്തകൾ വന്നപ്പോൾ അതിൻ്റെ പ്രതികരണം പോലും നടന്നുകൊണ്ടും ഓടിക്കൊണ്ടുമൊക്കെയാണ് അദ്ദേഹം തന്നത്. ഏതായാലും ഇന്ന് അവസാന ഘട്ട വോട്ടുറപ്പിക്കലാണ്, പരസ്യ പ്രചാരണമില്ല. അതുകൊണ്ട് തന്നെ പല വീടുകളിലും പോയി അവരോട് വോട്ട് അഭ്യർത്ഥിക്കുക. ഇനി കാണാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അവിടുത്തെ പ്രതിനിധികളുമായി അന്വേഷിച്ച് അവരോട് ചോദിച്ച് അവരുടെ വീടുകളിലേക്ക് പോയി മറ്റ് ക്യാമ്പുകളിൽ ആണ് എന്ന് ഉറപ്പുള്ള ചില വോട്ടുകളുണ്ട്. എങ്കിൽ കൂടിയും നമ്മളൊന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങോട്ട് പോരുമെന്ന് തോന്നുന്ന വോട്ടുകൾ, ആ വോട്ടുകളിലൊക്കെ ചോദിക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആയിരുന്നു. ഇന്ന് എല്ലാ പഞ്ചായത്തുകളിലും 3ഉം 4ഉം റൗണ്ട് ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. കാരണം നേരത്തെ അല്ലമീൻ പറഞ്ഞതുപോലെ ഈ രാവിലെ ഇവിടെ വരെ, ഉച്ചയ്ക്ക് ഇവിടെ വരെ അങ്ങനെ ഒരു കൃത്യമായ കണക്കില്ല. കാരണം ഓരോ ഭാഗത്തെയും പാർട്ടിക്കാർ പറയുന്നതിനനുസരിച്ച് മറ്റു വീടുകളിലേക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ പോവുകയാണ്. അതിനിടയിലാണ് വിവാദമായി പത്രപരസ്യം വന്നത്. സുപ്രഭാതത്തിലും സിറാജിലും പരസ്യം വന്നത്. ആ പരസ്യത്തോടും സ്ഥാനാർത്ഥി പ്രതികരിച്ചു. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അല്പസമയം വരെ ഉള്ളൂ. അതായത് ഒരു 8 മണി വരെയൊക്കെ സ്ഥാനാർത്ഥി ഇങ്ങനെ കാണുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ചില നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും മറ്റുമായിരിക്കുമെന്നാണ് കരുതുന്നത്. രാവിലെ ഭക്ഷണം കഴിക്കാനും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും അല്പസമയം മാത്രമാണ് സ്ഥാനാർത്ഥി ഒന്ന് വിശ്രമിച്ചതെന്ന് വേണം പറയാൻ. ഏതായാലും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാന ഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുകയാണ് ഇടതു ക്യാമ്പ്.